നിന്റെ ചാരിത്രമല്ലേ ആ ബസ്സിൽ കവരപ്പെടുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്തിന്റെ അടയാളമായിട്ട് പരസ്യമായി വ്യഭിചാരം നടക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ യാത്രക്കാരെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നും ഈ വിനീതനോട് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വരെ യാത്ര ചെയ്തു വന്ന ഒരു സഹോദരൻ വിഷമത്തോടെ പറഞ്ഞ സംഭവമാ, ഉസ്താദേ നമ്മളെ കണ്ടാലും അവർക്ക് പ്രശ്നമില്ല, സീറ്റിന്റെ പുറകിലിരുന്ന് കാണിക്കുന്നതും എന്തൊക്കെ ശബ്ദങ്ങളെ ഇട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ, ലജ്ജയില്ലാത്ത മൃഗങ്ങളെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ബസ്സിൽ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഖിയാമത്ത് നാളിന്റെ അടയാളം വരുമ്പോ വ്യഭിചാരം അത് വ്യാപിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ വ്യഭിചരിക്കും, ഒരാൾ വഴി പോകുന്ന വഴിപോക്കന് അവന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ വഴിയുടെ മധ്യത്തിൽ നിന്ന് വ്യഭിചരിക്കും. യാത്രക്കാരൻ പറയും, മനുഷ്യ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് പണിയടാ, വഴി തടസ്സം ഉണ്ടാക്കാതെ അങ്ങോട്ട് മാറിയില്ലപ്പാ. പരിപാടി നടത്താൻ റോഡിന്റെ നടുക്ക്, ഹൈവേ റോഡിന്റെ നടുവില് നമ്മൾ വിചാരിക്കും അവിടെ ബൈക്ക് തമ്മിൽ കുത്തിയെന്ന്. ഇല്ല, മനുഷ്യന്മാർ തമ്മിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് മാറുന്നില്ലടാ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഈ സമുദായം നേരിടാതെ ലാ തഖൂമു സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ ഇത് പറയുമ്പോൾ നാളെ മുന്നിൽ ബാംഗ്ലൂർ യാത്ര പോകുമല്ല. ഞാൻ വല്ലാത്ത ഉസ്താദ് ഞങ്ങൾക്കറിയാത്ത സംഭവം നാളെ നമുക്ക് തോന്നി. എന്റെ പൊന്നെ, വിചാരിച്ചാലുള്ള ശിക്ഷ എന്തെന്ന് അറിയോ? അത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര കടുപ്പമായിരിക്കും. ലാ തസ്നൂ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെണ്ണ് കെട്ടിയവന്മാരും മനസ്സിലാക്കിക്കോ, കെട്ടാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കിക്കോ, കെട്ടി ഒഴിഞ്ഞവരും മനസ്സിലാക്കിക്കോ, കെട്ടി ഒഴിയാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കിക്കോ. വ്യഭിചരിക്കാൻ പോകുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. വിളിച്ചോണ്ട് ഞാനാ പോകുന്നത് മൈസൂരിലേക്ക്. അവിടെ പോകുമ്പോൾ ഓരോരുത്തന്റെ ഫയല് വായിക്കും. ഈ രണ്ട് പേര് കാണും. അപ്പോ എന്താ അവിടെ കൊണ്ടുപോകുന്നത്? നബി തങ്ങൾ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുത്. എന്തെന്നറിയോ? വ്യഭിചരിച്ചാൽ ഫയുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും, നിങ്ങൾ വ്യഭിചരിച്ചാൽ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഭർത്താവിന്റെയും ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിൽ സുഖം അല്ലാഹു എടുത്തു കളയും. പിന്നെ പെണ്ണുമ്പിള്ള അടുത്ത് പോകുമ്പോ ഇയാള് തിരിഞ്ഞ കിടക്കുള്ളൂ. പെണ്ണുമ്പിള്ള ഇയാള് വന്നാലും ഓള് തിരിഞ്ഞ് അങ്ങോട്ടേ കിടക്കുള്ളൂ. കാരണം എന്താ? ഉഷാറില്ല. എന്തേ ഉഷാറില്ലാത്തത്? പരിപാടി പുറത്ത്. നത്തോലി ചെറിയ മീനല്ല, സംഭവം ഒന്നും ചെറുതല്ല കേട്ടോ. അതാ സംഭവം. എന്താ നമുക്കൊരു റാഹത്ത് കിട്ടുന്നില്ലല്ലോ. ശാരീരികമായി ഭാര്യയ്ക്കും ഭർത്താവിനൊരു സുഖം കിട്ടാത്തതിന്റെ കാരണം എന്താ? പുറത്ത് പരിപാടി നടക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഫയുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും, നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ശാരീരിക സുഖത്തിന്റെ ആനന്ദം എടുത്തു കളയും. പുരുഷന്മാരെ, നിങ്ങൾ മാന്യന്മാരാകണേ, നിങ്ങൾ പതിവ്രതകളാകണേ, നിങ്ങൾ ചാരിത്ര ശുദ്ധിയുള്ളവരാകണേ, എങ്കിലും നിങ്ങളുടെ ഭാര്യമാരും ചാരിത്ര ശുദ്ധിയുള്ളവരാകും. ഇന്ന ബനീ ഫുലാനിൻ സനോ ഫസനത് നിസാഉഹും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു സമുദായത്തിലെ, ഒരു നാട്ടിലെ പുരുഷന്മാര് വ്യഭിചരിച്ചപ്പോ ആ നാട്ടിലെ സ്ത്രീകളെല്ലാം വ്യഭിചാരികളായി മാറി. അവരും അവരുടെ ചാരിത്രം മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഭർത്താവ് പോയി വ്യഭിചരിച്ചാൽ ഈ ഭാര്യ മറ്റൊരാൾക്ക് വേണ്ടി അവളുടെ കിടപ്പറ പങ്കുവെക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ഏതെങ്കിലും ഭാര്യമാരെ, ഏതെങ്കിലും ഭർത്താക്കന്മാര് വഞ്ചിച്ചാൽ ഈ ഭർത്താവ് നാളെ മറ്റൊരു പെണ്ണിനോടൊപ്പം പോയി കിടക്കുമെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യഭിചരിക്കല്ലേ. വ്യഭിചാരത്തിലൂടെ അല്ലാഹു ഈമാൻ എടുത്തു കളയുകയും കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും. നബി തങ്ങളുടെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്താ വേണ്ടത്? ഭാര്യ വേണം. ഭാര്യയിലൂടെ നിന്റെ സുഖം പരിപൂർണമായി നീ തൃപ്തിപ്പെടുക. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്തെന്നറിയോ?